ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണമൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഷൂട്ട് എടുക്കാമെന്ന് കരുതി കേട്ടോ. എൻ്റെ മോൾക്ക് ഷൂട്ടൊക്കെ എടുക്കണമെന്ന് കരുതി അങ്ങനെ നമ്മൾ പോയത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് കേട്ടോ. അങ്ങനെ ആ ഷൂട്ടിൻ്റെ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ മോനാണ് കേട്ടോ ആദ്യം വീഡിയോസൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ ഫ്രണ്ട് നടയിൽ വെച്ചിട്ടാണ് കുറച്ച് വീഡിയോസൊക്കെ ആദ്യം എടുത്തത്. റീലിലൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അപ്പം മഴയൊക്കെ വന്നായിരുന്നേ. അങ്ങനെ ഞാനും ചെറുക്കുട്ടനും ഒരു കടയുടെ അടുത്ത് ഒതുങ്ങി നിൽക്കുകയായിരുന്നേ. പിന്നെ ഇവർ രണ്ടുപേരും കൂടി വീഡിയോസൊക്കെ എടുത്തു. മോന് വർക്കിന് പോകാനുള്ളതുകൊണ്ട് ആദ്യം കുറച്ച് വീഡിയോസ് ഫ്രണ്ട് നടയിൽ നിന്ന് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മഴയൊക്കെ മാറിയിട്ടുണ്ടേ. അപ്പം മോൻ പോയതിന് ശേഷം നമ്മൾ നേരെ കയറിയത് എവിടെയാണെന്നറിയോ? കുതിരമാളികയിലോട്ടാണ് കേട്ടോ. അവിടെ നല്ല ഫോട്ടോസിനൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ 4-5 വർഷം മുന്നേ അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഷൂട്ടിനായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അത്തമൊക്കെ ഇട്ടിട്ട് അവർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ ഒത്തിരി. പിന്നെ ഞാനും അവിടെ നിന്ന് റീലൊക്കെ എടുക്കാനായിട്ട് നല്ല സൂപ്പർ വൈബാണ് കേട്ടോ. അവിടുത്തെ പ്ലേസൊക്കെ അടിപൊളിയാണേ. ഇതുവരെ കയറിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പ്ലേസാണ്. നമ്മളിങ്ങനെ കുറച്ച് റീലൊക്കെ എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ്, അമ്മയും മോളും ഒക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുന്നേ ചെറുക്കുട്ടനൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നേ മോളുടെ കല്യാണത്തിന് മുന്നേ ആയിട്ടും പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ കിടന്ന് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഒത്തിരി ഫോട്ടോ വീഡിയോസൊക്കെ അവിടെ നിർത്തിയെടുത്തിട്ടുണ്ട്. ഇത് ചെറുക്കുട്ടൻ ഉറക്കമൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് മോൾക്ക് നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു. ചെറുക്കുട്ടൻ എൻ്റെ കയ്യിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ മോളുടെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ മോളും എനിക്ക് കുറേ റീലൊക്കെ എടുത്തു തന്നു കേട്ടോ. അവിടെ പോയാലും എനിക്ക് റീലാണല്ലോ മസ്റ്റ്. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. ഇപ്പോൾ മാരേജിന് ഫോട്ടോഷൂട്ടൊക്കെ ഒത്തിരി അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതുമല്ല, മുന്നേ നമ്മൾ ആ കൊട്ടാരത്തിനകത്ത് കയറാനായിട്ട് മൊബൈലൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അവിടെ മൊബൈലിൽ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 500 രൂപ കൊടുത്താൽ ആ പാലസിനകത്തുള്ള സാധനങ്ങൾ എല്ലാം നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അത് ഭയങ്കര സംഭവമായിപ്പോയി. പക്ഷേ ഒരു ദിവസം ഞാൻ അവിടെ 500 രൂപ എടുത്ത് കയറിയിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പം കിട്ടിയ അറിവായിരുന്നേ. പക്ഷേ ഇപ്പം നമുക്ക് ഈ ഫോട്ടോഷൂട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനകത്ത് കയറാൻ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ടൈമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ പക്ഷേ അതിനകത്ത് കയറാനുള്ള ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അകത്തോട്ടൊന്നും കയറിയിട്ടില്ല കേട്ടോ. നമ്മൾ പുറത്ത് നിന്ന് വീഡിയോസൊക്കെ എടുത്തതേ ഉള്ളൂ. അകത്തുനിന്ന് കയറാൻ ടൈമില്ലായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സംഭവമായി പോയി കേട്ടോ. ഞാൻ ഇടയ്ക്കൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ അകത്തുള്ള ഫോട്ടോയും വീഡിയോ. അപ്പോൾ ഞാൻ കരുതി ഇപ്പം എങ്ങനെയാണോ എടുക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഇപ്പം പോയപ്പോൾ മനസ്സിലായി കേട്ടോ. എൻ്റെ ചെറുക്കുട്ടന് നല്ല ഹാപ്പി ആയിട്ട് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ ഇരുന്ന് തന്നേ. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ആകെ ടയേർഡായിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് ഗെയ്സ്. അപ്പം എല്ലാവരും ഓണം അടിച്ച് പൊളിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണല്ലോ. അപ്പം വീഡിയോ ഇഷ്ടം ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒത്തിരി വീഡിയോസായിട്ട് വരുന്നതാണ് കേട്ടോ. അവർ നല്ല അത്തമൊക്കെ ഇട്ട് അവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ, അവിടെ ക്യാമറമാൻ വന്നിട്ടൊക്കെയാണ് അവരൊക്കെ ഷൂട്ട് ചെയ്ത്. എല്ലാം അടിപൊളിയായിരുന്നു. അപ്പം ഇതിനകത്തുള്ള വീഡിയോസൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ് ഗെയ്സ്. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മൾ ഇൻസ്റ്റാ പേജിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അതിൽ ഫോട്ടോയും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടേ. മുന്നേ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ ഊഞ്ഞാൽ എന്തോ മരം ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞു. എങ്കിൽ ആ ഊഞ്ഞാൽ കയറി നിന്ന് ആടിയിട്ടും കൂടിയേ വരത്തുള്ളായിരുന്നു. പക്ഷേ ആ ഊഞ്ഞാലിലെ മരം ഒടിഞ്ഞു പോയി. അങ്ങനെ ആ ഊഞ്ഞാൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞു നമ്മൾ ചോദിച്ചപ്പോൾ. എനിക്ക് ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്ക് വഴി പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓട്ടോയൊക്കെ ബുക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ ആകെ ടയേർഡായി വിശന്നു കേട്ടോ. അപ്പോൾ ഓട്ടോ ബുക്ക് ചെയ്ത് നമ്മൾ നേരെ വിട്ടത് എവിടെയാണെന്ന് കാണിച്ചു തരാവേ. റോഡിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ഓണത്തിൻ്റെ തിരക്കാണ് ഫുള്ള്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നേരെ നമ്മൾ വിട്ടത് തമ്പാനൂരോട്ടാണേ.
റോഡിലെ തിരക്കുകളൊക്കെ കണ്ടല്ലോ. അമ്പാനൂർ ഒരു റെസ്റ്റോറൻറ്റിലാണേ. ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഗീ റോസ്റ്റ്, പിന്നെ ഒരു ചപ്പാത്തി സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഗീ റോസ്റ്റ് അവിടെ നമ്മൾ മുന്നേ പോയി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല ഫുഡാണ് കേട്ടോ. അങ്ങനെയാണ് അവിടെ തന്നെ പോകാമെന്ന് കരുതിയത്. അങ്ങനെ ചപ്പാത്തി സെറ്റൊക്കെ മേടിച്ചു. സാലഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കറിയും വെജിറ്റബിൾ കുറുമ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഗീ റോസ്റ്റിലും 2 ഇട്ട് ചമ്മന്തി, ഉഴുന്നുവട ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം മേടിച്ചിട്ടുണ്ട്. ഉഴുന്നുവടയൊന്നും ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഇതുപോലത്തെ ഉഴുന്നുവട ഞാൻ ഒരു സ്ഥലത്തും കഴിച്ചിട്ടില്ല. ആ സ്ഥലത്ത് മാത്രം തന്നെയാണ് ഇത്രയും സോഫ്റ്റ്. ഒരു തനി എണ്ണയുടെ ഒരു മയം പോലും കാണത്തില്ല. നല്ല സോഫ്റ്റാണ് കേട്ടോ. എൻ്റെ ചെറുക്കുട്ടൻ അവിടെ പോയപ്പോൾ ടയേർഡായിട്ട് നല്ല ഉറക്കമായിട്ട്, അങ്ങനെ ചെറുക്കുട്ടിന് ഫുഡൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ചെറുക്കുട്ടൻ നല്ല ഉറക്കമായിട്ട് നമുക്ക് നന്നായിട്ട് കഴിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളും ആകെ ടയേർഡായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ചെറുക്കുട്ടനും കൂടി വാശി പിടിച്ചാൽ നമ്മൾ ഒരു കാര്യം നടക്കത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ചെറുക്കുട്ടൻ നല്ല കുട്ടിയായിട്ടിരി നല്ല സുഖം ഉറക്കമായിരുന്നു കേട്ടോ. ഈ സാലഡും ചപ്പാത്തിയൊക്കെ കൂടെ കഴിക്കാൻ അതിന് കണ്ട് കൊതിയായിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. എനിക്ക് അവിടുത്തെ സാലഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഒരു ചായ മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സൂപ്പും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 പേരും അങ്ങനെ സൂപ്പൊക്കെ കുടിച്ചു. തമ്പാനൂർ ആര്യൻസ് ഹോട്ടലിലോട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് പാർസലൊക്കെ മേടിച്ചു തിരിച്ചിറങ്ങുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത പുതിയ വീഡിയോസായിട്ട് വരുന്നതാണ്. ടാറ്റ ബൈ ബൈ, സീ യു.